ചെല്ലോ ഭഗവാനെ. സൂര്യദേവ, അങ്ങയുടെ ദേവസമ്മാനം അതവൻ നഷ്ടപ്പെടുത്തി കളയോ? അയ്യോ അയ്യോ അയ്യോ! യാദവ ശ്രേഷ്ഠന്മാരെ, ഈ പാവം സത്രായത്തിന്റെ പരിദേവനം നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്റെ സൂര്യഭഗവാനെ, അയ്യോ എനിക്ക് വയ്യ, എന്റെ എല്ലാം കൊള്ളയടിച്ചു പോയേ. അയ്യോ! എല്ലാവരും ഒന്ന് കേൾക്കണേ, എന്റെ സെമന്തകം അത് പോയി. സത്രാജിത്തല്ലേ അത്? അതെ. അയാളെന്താ ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടു പോകുന്നത്? ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ എല്ലാം പോയി സൂര്യഭഗവാനെ. ഒരു പിടിയും കിട്ടുന്നില്ല. വാ, നമുക്ക് നോക്കിയിട്ട് വരാം. അയ്യോ അയ്യോ, എനിക്ക് വയ്യേ. അയ്യോ, എന്റെ എല്ലാം പോയേ. എന്റെ സൂര്യഭഗവാനെ, സർവം സാക്ഷിയായ അവിടുന്ന് ഇത് കാണുന്നില്ലേ? അയ്യോ, എനിക്കുള്ളതെല്ലാം കൊള്ള ചെയ്തു പോയേ. ഞാൻ ഇതെങ്ങനെ സഹിക്കും പ്രഭു ഭഗവാനെ? സത്രാജിത്തെ, എന്ത് സംഭവിച്ചു? പറയൂ, എന്താ ഉണ്ടായത്? ഒന്നും പറയണ്ട എന്റെ അക്രൂരെ. എന്റെ രത്നവും പോയി, എന്റെ അനുജനും പോയി. രത്നം പോയെന്നോ? എങ്ങനെ പോയി? ദാ ഇവന്റെ ഈ സാത്വികയുടെ ചങ്ങാതി ഉണ്ടല്ലോ, ആ കള്ള കൃഷ്ണൻ, അവൻ എന്റെ സെബന്ധകം കട്ടെടുത്തു. കൃഷ്ണൻ കട്ടെടുത്തെന്നോ? ഇല്ലാ കഥ പുലമ്പാതിരിക്കൂ സത്രാജിത്തെ. ഇല്ലാ കഥയല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. സെമന്തകവും കഴുത്തിലിട്ട് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയതാ എന്റെ അനിയൻ പ്രസേനൻ. അവനെയും കൊന്ന ആ കൃഷ്ണൻ സെമന്തകം കൈക്കലാക്കിയത്. നേരിൽ കണ്ടതുപോലാണല്ലോ ഇയാൾ പറയുന്നത്. നുണയാൻ. കൃഷ്ണൻ ഇയാളുടെ രത്നത്തിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല സത്രാജിത്തെ, നിങ്ങൾ കണ്ടുവോ കൃഷ്ണൻ സെമന്തകം എടുക്കുന്നത്? എന്തിനു കാണണം? സെമന്തകം കാണാൻ എന്റെ ഗൃഹത്തിൽ വന്നവരിൽ കൃഷ്ണൻ മാത്രമാണ് അത് തന്റെ കയ്യിൽ തരണമെന്ന് പറഞ്ഞത്. അന്നേ അയാളത് മോഹിച്ചതാ. മോഹം തോന്നിയതെന്തും കൈക്കലാക്കാൻ വിരുദ്ധുള്ള കൃഷ്ണൻ തന്നെയാ എന്റെ അനിയനെ കൊന്ന് രത്നം മോഷ്ടിച്ചത്. ഒരു കള്ളൻ തന്നെ ആവർത്തിച്ച് പറഞ്ഞ് സത്യമാക്കാൻ നോക്കുന്നു. കള്ളൻ, നിന്നെ ഞാൻ... യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? സാത്വികി, ഇയാളുടെ മനോനില തെറ്റിയിരിക്കുകയാണ്. നിങ്ങൾ വെറുതെ ഉപദ്രവിക്കാനും വഴക്ക് കൂടാനും ഒന്നും പോകണ്ട. പിന്നെ അതിന്റെ കൂടെ പേരുദോഷം ഉണ്ടാവും. നീ പോയി കൃഷ്ണനോട് വിവരം പറയൂ. കൃഷ്ണൻ വേണ്ടത് ചെയ്തോളൂ. കൃഷ്ണൻ ഇനി ആരും വിശ്വസിക്കരുത്. അയാൾ കള്ളം മാത്രമല്ല, കൊലപാതകയും കൂടെയാ. അയ്യോ അയ്യോ, എന്റെ സെമന്തകം, ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ സൂര്യഭഗവാനെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സൂര്യഭഗവാനെ. അയ്യോ! കണ്ണനെ കുറിച്ച് അപവാദം പറഞ്ഞത് ആരായാലും ഈ ബലരാമൻ അവന്റെ കരള് കൊത്തിയെടുക്കും. ഈ ഹലായുധം തടയാനുള്ള ശേഷിയുണ്ടെങ്കിൽ അവൻ തടയട്ടെ. ജ്യേഷ്ഠ, അരുത് അരുത് ജ്യേഷ്ഠ. സത്രാജിത്തിന് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചത്. വിലപ്പെട്ട രത്നവും പ്രിയപ്പെട്ട ഭ്രാതാവുമാണ് അയാൾക്ക് കൈവിട്ടു പോയത്. അതോർത്തുള്ള വികാരക്ഷോഭത്തിൽ അയാൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. എങ്കിലും അങ്ങനെ പറയാമോ? കണ്ണനെ പോലെ ഒരാളെ കുറിച്ച് കണ്ണു അടച്ചിങ്ങനെ പറയുമ്പോ അവന്റെ കണ്ണുകൂടി കുത്തിപ്പൊട്ടിക്കണ്ടേ? ഒന്നും വേണ്ട ജ്യേഷ്ഠ, അയാൾ പറഞ്ഞത് തെറ്റ്. അത് അയാളുടെ തെറ്റിദ്ധാരണ. കൃഷ്ണൻ അയാളുടെ ഭ്രാതാവിനെ വധിച്ച് രത്നം തട്ടിയെടുത്തുവെന്ന് സത്രാജിത്ത് പറയുന്നതിന് പിന്നാലെ നമ്മൾ ചെന്ന് അയാളെ കൂടി വധിച്ചാൽ ആ അപവാദം കൂടുതൽ ഉറയ്ക്കുക മാത്രമാണ് ചെയ്യുക. പകരം നമ്മളത് തെളിയിക്കണം. നമ്മളത് ചെയ്തിട്ടില്ല. അത് ചെയ്തയാൾ ഇതാണ്. അതോടെ തീരില്ലേ ജ്യേഷ്ഠ ഈ അപവാദങ്ങൾ? അപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ കണ്ണൻ പറയുന്നത്? ജ്യേഷ്ഠൻ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല, ഞാൻ ചെയ്തോളാം. എങ്കിലും കണ്ണ, നിന്നെക്കുറിച്ച് ഇല്ലാവചനം പറയുമ്പോ ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് അധാർമികമല്ലേ? ഒന്നും വേണ്ട ജ്യേഷ്ഠ. ജ്യേഷ്ഠന് ഈ കണ്ണനോടുള്ള വാത്സല്യം മധുരവാസികൾക്കൊക്കെ അറിവുള്ളതല്ലേ. ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. അത് സത്രാജിത്തിനെ ബോധ്യപ്പെടുത്തി അയാളെ കൊണ്ട് ക്ഷമ പറയിച്ചോളാം. കണ്ണന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ എതിര് പറയുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് ജ്യേഷ്ഠ. ഞാനും സാത്വികയും സത്രാജിത്തിനോട് അടുപ്പമുള്ള യാദവരെയും ഞങ്ങൾ ഒപ്പം കൂട്ടും. നിങ്ങൾ എവിടേക്ക് പോകും? വനത്തിലേക്ക്. സെമന്തകവും ധരിച്ച് പ്രസേനൻ മൃഗയാ വിനോദത്തിന് വനത്തിലേക്ക് പോയി എന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ആ വഴിക്ക് തന്നെ നീങ്ങാം. ആകട്ടെ, പോയി വിജയിച്ചു വരിക. എന്തൊക്കെ അപവാദങ്ങളാണ് എന്റെ അനുജൻ കേൾക്കേണ്ടി വരുന്നത്. പാവം.
വഴിയിലൂടെ ആവുമോ പ്രസേനം പോയിട്ടുണ്ടാവുക? ഇതുതന്നെ ആയിരിക്കണം വഴി. മധുരയിൽ നിന്ന് വരുമ്പോൾ വനത്തിലേക്കുള്ള ആദ്യ പാത ഇതാണ്. എളുപ്പവഴിയും ഇതുതന്നെ. എങ്കിൽ പ്രസേനൻ ഈ വഴിയെ തന്നെ ആവും പോയിരിക്കുക. സത്രാജ്യത്തിന്റെ സ്നേഹിതരായ യാദവ പ്രമുഖരെ, പറഞ്ഞാലും പ്രഭു, നാം പ്രസേനനെ കൊന്ന് സ്യമന്തകം അപഹരിച്ചെടുത്തെന്ന സത്രാജ്യത്തിന്റെ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള യാത്രയാണിത്. പ്രസേനൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി നാം അല്ലെന്ന് സത്രാജ്യത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളെ ഒപ്പം കൂട്ടിയത്. ഇവിടെ കാണുന്നതും ഇനി കാണാൻ പോകുന്നതും ഈ കള്ളകൃഷ്ണന്റെ മായയല്ലെന്ന് ഉറപ്പിച്ചുകൊള്ളൂ. ഞങ്ങൾക്കതറിയാം കൃഷ്ണ. അങ്ങല്ല സെമന്തക അപഹരിച്ചതെന്നും പ്രസേനൻ എന്ത് സംഭവിച്ചുവെന്ന് അങ്ങേക്ക് അറിയില്ല എന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പിന്നെ അങ്ങയുടെ നിരപരാധിത്വം പരസ്യമായി തെളിയിക്കപ്പെടേണ്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നത്. നല്ലത്. നാം മുമ്പൊരിക്കൽ സാത്വികയോടൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താണത് കൃഷ്ണ? സെമന്തകം സത്രാജ്യത്തിന് സൗഭാഗ്യത്തോടൊപ്പം നിർഭാഗ്യവും കൊണ്ടുവരുമെന്ന്. ആ നിഗമനം സത്യമാവുകയാണ്. അങ്ങനെയോ? അതെ. വരിക. കൃഷ്ണ, അത് അവിടെ ഒരു മനുഷ്യ ശരീരം. നോക്കൂ, അത് പ്രസേനന്റെ ശരീരം തന്നെയാണോ എന്ന്. വരിക. നോക്കൂ, ഇത് പ്രസേനൻ തന്നെയാണ് പ്രഭു. അല്ല, സെമന്തക ഇവിടെ നിന്നും കാണുന്നില്ലല്ലോ. ആരോ പ്രസേനെ കൊന്ന് സെമന്തക മോഷ്ടിച്ചോണ്ട് പോയിരിക്കുന്നു കൃഷ്ണ. സെമന്തകം മോഷ്ടിച്ചിരിക്കുന്നു. അല്ല, സെമന്തകത്തിന് വേണ്ടി തന്നെയാണ് പ്രസേനനെ കൊന്നിരിക്കുന്നത്. പക്ഷേ പ്രസേനനെ കൊന്ന് സെമന്തകം മോഷ്ടിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനല്ല, പിന്നെ അതൊരു വന്യമൃഗമാണ്. പ്രസേനന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ടോ? അത് നഖം കൊണ്ടുണ്ടായ മുറിവുകളാണ്. നിലത്തെ കാൽപ്പാടുകൾ നോക്കൂ. കൃഷ്ണ, ഇതൊരു സിംഹത്തിന്റെ കാൽപ്പാടുകളല്ലേ? അതെ, സിംഹത്തിന്റെ കാൽപ്പാടുകൾ. സത്രാജ്യത്തിന്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ പ്രസേനൻ എങ്ങനെ കൊല്ലപ്പെട്ടുവെന്ന്. അതെ പ്രഭു, ഞങ്ങളിത് സത്രാജ്യത്തിനെ അറിയിച്ചുകൊള്ളാം. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. സെമന്തകം കണ്ടുപിടിക്കണ്ടേ? വേണം പ്രഭു. നമുക്ക് ഈ സിംഹത്തിന്റെ കാൽപ്പാടുകൾ നോക്കി മുന്നോട്ട് പോകാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. ഇനിയും മൃഗങ്ങൾ വന്ന് പ്രസേനന്റെ ശരീരം നാശമാക്കരുത്. ശരി പ്രഭു. വരൂ. സിംഹം ഈ സ്ഥലം വരെ വന്നിട്ടുള്ളൂ. ഇവിടെ വച്ചാരോ
സിംഹത്തെ ആക്രമിച്ചിരിക്കുന്നു. ദേ നോക്കൂ, ഒരു സിംഹമല്ലേ ആ ചത്ത് കിടക്കുന്നത്? അതെ, സിംഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ. അപ്പോൾ സിംഹത്തെ ആക്രമിച്ചത് മഹാബലവാനായ ആരോ ആണ്. അല്ലെങ്കിൽ സിംഹത്തെ പോലൊരു മൃഗത്തെ ഇങ്ങനെ കൊല്ലാൻ കഴിയുമോ? ദാ നോക്കൂ, സിംഹത്തിനെ ആക്രമിച്ച ആളുടെ കാൽപ്പാടുകൾ. ഈ കാൽപ്പാടുകൾ ഒരു കരടിയുടേതുപോലുണ്ടല്ലോ. ഒരു കരടിക്ക് സിംഹത്തിനെ ഇങ്ങനെ കൊല്ലാനാവുമോ? നോക്കാം. ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. വരൂ. ഈ അടയാളം ഈ ഗുഹയിലേക്കാണ് നീങ്ങുന്നത്. സെമന്തകം മോഷ്ടിച്ചയാൾ ഉറപ്പായും ഇവിടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മളിനി എന്ത് ചെയ്യും കൃഷ്ണ? നിങ്ങളിവിടെ പുറത്തു നിൽക്കൂ. സിംഹത്തെ പോലും കൊന്നു വലിച്ചെറിഞ്ഞ ആ പരാക്രമി ആരാണെന്ന് ഞാൻ നോക്കട്ടെ. തരില്ല, തരില്ല. എന്താ അവിടെ ജാമ്പവാനല്ലേ ഇത്? ജാമ്പവാന്റെ ഗുഹയിലേക്ക് കടന്നു വരാൻ ധൈര്യം കാണിച്ചവൻ ആരെയാ? യമപുരി കാണാൻ തിടുക്കപ്പെട്ടു വന്ന നിന്നെ ഞാൻ ഇപ്പൊ തന്നെ യമപുരിയിലേക്ക് അയക്കുന്നതാണ്. നോക്കാം.
12 ദിവസങ്ങൾ കഴിഞ്ഞു. കൃഷ്ണനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇനി നമ്മൾ ഇവിടെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് മടങ്ങിപ്പോയി ദ്വാരകയിൽ വിവരം അറിയിക്കാം. ഇല്ല, കൃഷ്ണനില്ലാതെ ഞാൻ മടങ്ങി വരില്ല. കൃഷ്ണനാണ് എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയത്. അങ്ങ് ഇങ്ങനെ വാശി പിടിക്കരുത്. കൃഷ്ണന് വേണ്ടിയാണ് ഈ പറയുന്നത്. നമുക്ക് ദ്വാരകയിൽ പോയി വിവരം അറിയിക്കാം. വരൂ. ഏയ്, വരൂ. മുൻവിധികൾ ആർക്കും ഭൂഷണമല്ല. കുറ്റം തെളിയിക്കപ്പെടും മുമ്പ് ആരെയും കുറ്റവാളിയായി കാണരുത്. ഏത് ദുരവസ്ഥയിലും വാക്കിൽ മിതത്വവും പ്രവൃത്തിയിൽ സംയമനവും പാലിക്കണം.